ഇന്ന് ഞാൻ ക്ലിനിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. ഇന്ന് ക്ലിനിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴേ എന്റെ മകൾ എന്റെ വീട്ടിൽ നടക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു മാസത്തോളം ഞാൻ അവളെ കൂടെ തന്നെയാണല്ലോ. ഇപ്പൊ ഞാൻ എവിടെ പോവാണെങ്കിലും അവൾക്ക് മെയ് മനസ്സിലാവും. പിന്നെ പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ലോ, വലുതായി വരില്ലേ, അവൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പൊ പുറത്ത് പോവാണെങ്കിലും ഇനി ഞാൻ മാറ്റുന്നത് ഒരുങ്ങണമൊക്കെ നോക്കിക്കും. അങ്ങനെ അവളെ കാണാതെ അവിടെ എല്ലാം മുങ്ങി. എല്ലാവരും എന്നോട് പറയലുണ്ട്, ഒരു കുട്ടിയായില്ലേ, ഇനി എനിക്ക് അടങ്ങി എന്നൂടെ. അപ്പോൾ എന്റെ മകൾ ഇനി വലുതാവുമ്പോൾ എന്നോട് ചോദിച്ചാലോ, ഫ്രണ്ടിന്റെ ഉമ്മൊക്കെ ടീച്ചറാണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇങ്ങനാണ് അങ്ങനാണ്, നിങ്ങൾക്ക് എന്തോ ഒരു ജോലി ഇല്ലാത്ത എന്തെങ്കിലും പഠിച്ചാൻ പോയിക്കൂടേനോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഞാൻ അവളോട് എന്ത് പറയും? അപ്പൊ ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാലോ. അവളെവിടെ വീട്ടിലാക്കി, അവളിന്റെ വീട്ടിലാക്കി, എന്റെ ഉമ്മാരുടെ ഇങ്ങനെയൊക്കെ പോയിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാലോ. അങ്ങനെ ഇന്ന് നമുക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. സ്റ്റുഡന്റിന് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമുക്കിന്ന് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അവരെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ദെൻ നമുക്കിന്നൊരു ഹാമ്പർ ഡെലിവറി ചെയ്യാണ്ടായിരുന്നു. സോ നമ്മളെ ഹാമ്പറിന് കുറച്ച് ഐറ്റംസ് വാങ്ങാണ്ട്, അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ചു. ദെൻ നമ്മൾ ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോയത്. ഹാമ്പർ വീട്ടിലെത്തിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. 2 ദിവസമായിട്ട് അതിന്റെ തിരക്കിലൊക്കെ തന്നെയായിരുന്നു. നമ്മളെ ഹാമ്പറിന്റെ വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഹാമ്പർ ഇഷ്ടപ്പെട്ടോ? നമ്മളൊരു വാച്ചും കുറച്ച് ചോക്ലേറ്റ്സും 2-3 ആന്റി ടാനിഷ് ആയിട്ടുള്ള നെക്ലേസും ഇട്ടാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഹാമ്പർ? എന്തായാലും കമന്റ് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പൊ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്റെ അനിയത്തിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ. അതായത് എന്റെ ഫ്രണ്ട് എന്റെ അനിയത്തിന്റെ ഫ്രണ്ടിന്റെ താത്തയും ഞാനും ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എന്റെ ഫ്രണ്ട് അനിയക്ക് +1 നല്ല മാർക്ക് കിട്ടിയിട്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ വീടിനടുത്താണ്. പണ്ട് ഈ വഴിയിലൂടെ ഒക്കെ കുറെ നടന്നു പോയ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പണ്ട് ഇവിടെ അടുത്തൊരു കോറി ഉണ്ട് കേട്ടോ. മകൾക്ക് കോറിയിൽ വിടാൻ പേടിയായതുകൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയി കുളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പണ്ടെങ്ങോ ചെറുപ്പത്തിൽ വെള്ളം കുടിച്ച കഥകളൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്തെടുത്ത് കുറെ കാലത്തിന് ശേഷം ആ റോട്ടിലൂടെ ഒക്കെ ഒന്ന് പോണേ. ദെൻ നമ്മള് ഫ്രണ്ടിന്റെ വീടെത്തി. നമ്മള് ഹാമ്പറും കൊണ്ട് അവിടേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ആള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. അതായത് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ സർപ്രൈസ് അവിടെ കാണുമ്പോൾ വേറെ സന്തോഷമാണ്. അങ്ങനെ നമ്മള് ഹാമ്പർ കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. അപ്പൊ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു പോവാലോ. അപ്പൊ ഇത്രയുള്ളൂ.